ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാങ്ങാനൊരുങ്ങിയത് ഗ്രീൻലാൻഡിനെയാണ്. പിന്നെ കാനഡയെ യുഎസിന്റെ 51ാമത്തെ സംസ്ഥാനമാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴിതാ ഗസയെ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. ഗസയിലെ 23 ലക്ഷം മനുഷ്യരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ ട്രംപ് ഇതിനു മുൻപും മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അതിനേക്കാൾ ഏറെ തീവ്രശേഷിയുള്ള പ്രഖ്യാപനമാണ് ഫെബ്രുവരി 5-ന് ട്രംപ് നടത്തിയത്. ഗസയെ അമേരിക്ക ഏറ്റെടുത്ത് പുനർനിർമ്മാണം നടത്തുകയും വേണ്ടി വന്നാൽ മുനമ്പിന്റെ ഉടമസ്ഥാവകാശം നിലനിർത്തുകയും ചെയ്യുമെന്നാണ് ട്രംപിന്റെ വാക്കുകൾ. അതിനായി സൈന്യത്തെ ഉപയോഗിക്കാൻ പോലും മടിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്തിലേക്കാണ് ട്രംപിന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്? ഗസയിലേക്ക് കടന്നുകയറി വീണ്ടും ഒരു ഇറാഖ് ആവർത്തിക്കാനാണോ ട്രംപ് ലക്ഷ്യമിടുന്നത്? അങ്ങനെയൊരു അധിനിവേശ പദ്ധതിയുടെ സൂചനയാണോ ട്രംപിന്റെ പ്രഖ്യാപനം? ഗസയെ യുഎസ് ഏറ്റെടുക്കും, അതിന്റെ പുനർനിർമ്മാണവും നടത്തും. മധ്യപൂർവേഷ്യയുടെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കി ഗസയെ മാറ്റിയെടുക്കും. ഇത് വെറുതെ പറയുന്നതല്ല. ഞാൻ പങ്കുവച്ച ഈ ആശയം എല്ലാവർക്കും വലിയ ഇഷ്ടമായി. ഗസയുടെ സുരക്ഷയ്ക്കായി യുഎസ് സൈനികരെ അവിടേക്ക് അയക്കേണ്ടി വന്നാൽ അതും ചെയ്യും, ട്രംപ് പറയുന്നു. ഫലസ്തീനികളോട് ഗസയിൽ നിന്ന് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ പോകണമെന്ന തന്റെ മുൻ പ്രസ്താവനയ്ക്കാണ് ട്രംപ് ഇതിലൂടെ അടിവരയിടുന്നത്. അറബ് രാജ്യങ്ങൾ ട്രംപിന്റെ ആശയങ്ങളെ പലതവണ തള്ളിയതാണെങ്കിലും അമേരിക്കൻ തീവ്ര വലതുപക്ഷ നേതാവ് വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ ഗൗരവം കൈവരികയാണ്. ട്രംപിന്റെ തീരുമാനം തീർച്ചയായും ചിന്തിക്കേണ്ടതാണെന്ന നിലപാടിലാണ് നെതന്യാഹു. ഇസ്രായേലി നേതാവിനെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ കരാറിൽ ഇടഞ്ഞു നിൽക്കുന്ന വലതുപക്ഷ നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള അവസരം കൂടിയാണിത്. ഗസയെ ഇസ്രായേലിന്റെ അധീനതയിൽ കൊണ്ടുവരികയെന്നത് കാലങ്ങളായി തീവ്ര വലതുപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്ന ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലി ധനകാര്യമന്ത്രി ബെസലേൽ സ്മോട്രിച്ചും ഇറ്റാമിർ ബെൻഗിറുമൊക്കെ ഗസക്കാരെ ഒഴിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതികൾക്ക് കൈയടിച്ച് രംഗത്തെത്തുന്നത്. ഇവരുടെ പിന്തുണ ഉറപ്പാക്കാൻ ട്രംപിന്റെ പ്രഖ്യാപനം നെതന്യാഹുവിനെ സഹായിക്കുമെന്നതിൽ തർക്കമില്ല. എന്നാൽ മേൽ സൂചിപ്പിച്ച പോലെ ലോകം ചർച്ച ചെയ്യുന്നത് ട്രംപിന്റെ വാക്കുകളിലെ അപകട സൂചനയെക്കുറിച്ചാണ്. അതെ, അധിനിവേശത്തെക്കുറിച്ച്. 2003-ലെ ഇറാഖി അധിനിവേശം പോലെ ഗസയിലേക്കും അമേരിക്ക കടന്നു കയറുമോ എന്ന ആശങ്ക ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ സജീവമായിരിക്കുകയാണ്. യുഎസിന്റെ വിദേശ സൈനിക ഇടപെടലിനെ എക്കാലത്തും എതിർത്തിരുന്ന നേതാവാണ് ട്രംപ്. ഇറാഖി അധിനിവേശത്തെ ദുരന്തമെന്നായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത്. ഒപ്പം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കാനും നാറ്റോയിൽ നിന്നുള്ള പിന്മാറ്റ സൂചനയുമെല്ലാം ട്രംപിന്റെ ഐസൊലേഷനിസ്റ്റ് നയത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്നു. അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയാണോ ട്രംപ് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 1998-ലെ റോം സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഒരു വിഭാഗം മനുഷ്യരെ ബലപ്രയോഗത്തിലൂടെ കുടിയൊഴിപ്പിക്കുന്നത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഗസ പദ്ധതി എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഗസയിൽ ഒരു തരത്തിലുള്ള ഡെമോഗ്രാഫിക് മാറ്റങ്ങളും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന നിരവധി UN പ്രമേയങ്ങളും നിലനിൽക്കെയാണ് ട്രംപ് പലതവണ ഇതേ ആശയം ആവർത്തിക്കുന്നത്. ഇസ്രായേൽ ആഗ്രഹിക്കുന്ന തരത്തിൽ ഗസ ജനതയുടെ വംശഹത്യക്കുള്ള ആഹ്വാനമാണ് ശരിക്കും ഗസയുടെ പുനർനിർമ്മാണം എന്ന മട്ടിൽ ട്രംപ് നടത്തുന്നത്. അതിലൂടെ മരുമകനായ ജാരദ് കുഷ്ണറിന്റെ മെഡിറ്ററേനിയൻ മുനമ്പിലെ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾ പൂവണിയിക്കാമെന്നും അമേരിക്കൻ പ്രസിഡന്റ് കണക്കുകൂട്ടുന്നുണ്ടാകണം. ഫലസ്തീൻ ഇസ്രായേൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിലെ പ്രധാന കണ്ണിയാണ് ഗസ. അവിടെ നിന്ന് ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കുന്നതിലൂടെ ആത്യന്തികമായി സംഭവിക്കുക ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ തകർച്ചയാകും. അങ്ങനെ പലവിധ മാനങ്ങളുള്ള പ്രശ്നത്തിനാണ് ട്രംപ് നിലവിൽ തിരികൊളുത്തിയിരിക്കുന്നത്. ലോകത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പലതരം പ്രഖ്യാപനങ്ങളും ട്രംപ് നടത്തുകയും അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആകുകയും ചെയ്ത ചരിത്രമുണ്ട്. ഇതും അങ്ങനെ ഒന്നാകുമോ അതോ പശ്ചിമേഷ്യയുടെ ഭാവിയെ തിരുത്തി കുറിക്കുമോ എന്നതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിലാകും ലഭിക്കുക.